السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 260 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ റെഫർ ചെയ്യുന്ന മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഇത് കേൾക്കുന്നവർ, ഇതിനോട് ധ്യാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 260 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 34 മുതൽ 42 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 13-ാമത്തെ ജുസിൽ 260 പേജ്. നമ്മളിന്ന് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മനുഷ്യർക്ക് അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി പറഞ്ഞിരുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, സസ്യലതാദികളും ഫലവൃക്ഷങ്ങളും മുളച്ച് കായ്ക്കനികൾ ഉണ്ടാകുന്നത്, വിശാലമായ ആഴമുള്ള കടലുകളിലൂടെ കപ്പലുകളും ബോട്ടുകളും മറ്റു ജലയാനങ്ങളുമൊക്കെ സഞ്ചരിക്കുന്നത്, സൂര്യചന്ദ്രന്മാരുടെയും മറ്റു സെലസ്റ്റിയൽ ബോഡീസിൻ്റെയും രാപ്പകലുകളുടെയും ഭ്രമണം, ഇങ്ങനെ കുറേ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ഇനി പറഞ്ഞു. ഇതിൽ ഓരോന്നും വളരെയധികം ചിന്തിക്കാനും പഠിക്കാനും വക നൽകുന്നതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അല്ലാഹു തആല ഉണ്ടെന്നും അവൻ ഏകനാണെന്നും മനസ്സിലാക്കാൻ പറ്റുന്ന സ്പഷ്ടമായ തെളിവുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ വളരെ വിശാലമായ അനുഗ്രഹങ്ങളാണ് നമ്മുടെ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ. അതാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. മനുഷ്യന് സുഗമമായി ജീവിക്കാനും അവൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സംവിധാനിക്കാനും ആവശ്യമായതൊക്കെ അല്ലാഹു തആല ഇവിടെ റെഡിയാക്കി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ നിഅമത്തുകളല്ലേ. എന്നിട്ടും മനുഷ്യർ പലരും അല്ലാഹുവിൽ വിശ്വസിക്കാതെ, അവൻ്റെ നിയമവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാതെ ഇക്കാരികളും നിഷേധികളുമായി ജീവിതം തുടരുന്നു എന്നത് കടുത്ത അക്രമമാണ്, നന്ദികേടാണ്. അതെ, മനുഷ്യർ കടുത്ത അക്രമികളും അതിക്രമികളും നന്ദി കെട്ടവരും തന്നെയാണ്. 34-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. വആതാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്
മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നൊക്കെ അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വൈൻ തഅദ്ദു, നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ, നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ, നിഅമത്തുല്ലാഹി, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ, ലാ തുഹ്സുഹാ, അത് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരു അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ടല്ലേ പല അനുഗ്രഹങ്ങൾ. ഇതിനൊക്കെ നന്ദി ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം മനുഷ്യർ ധിക്കാരിയായി നിഷേധികളായി ജീവിക്കുന്നത് എത്രമാത്രം അതിക്രമമാണ്. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ ലളൂമുൻ, ഗുരുതരമായ അക്രമിയാണ്, കഫാറുൻ, ഏറെ നന്ദി കെട്ടവനുമാണ്. ഇവിടെ വാതാക്കും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ ചോദിച്ചതിൽ നിന്നെല്ലാം തന്നു എന്ന് പറഞ്ഞത് അർത്ഥം എന്താണെന്നറിയോ? പല തഫ്സീറുകളുണ്ട് അതിന്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു എന്നാണ് ഒരു തഫ്സീർ. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ നിന്ന് അഥവാ നിങ്ങൾ ചോദിക്കുമായിരുന്നവയിൽ നിന്ന് നിങ്ങൾക്ക് തന്നു. ഓക്കെ, ഇതാണ് ഒരു തഫ്സീർ. വേറൊരു തഫ്സീർ, നിങ്ങൾ ചോദിച്ചതും തന്നു, ചോദിക്കാത്തതും തന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ ഉദ്ദേശം. ചോദിക്കാത്തതും എന്ന് നമ്മളവിടെ സങ്കല്പിക്കണം. നിങ്ങൾ ചോദിച്ചത് തന്നു, ചോദിക്കാത്തതും തന്നു, ചോദിക്കാത്തത് എന്ന് സങ്കല്പിക്കണം. ഇങ്ങനെയാണ് വേറൊരു തഫ്സീർ. മനുഷ്യന് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച, ഇവിടെ റെഡിയാക്കി വെച്ച അനുഗ്രഹങ്ങൾ പരകോടികളാണ്. ഒരു മനുഷ്യൻ അയാൾ ആയുസ് മുഴുവനും എടുത്ത് അള്ളാഹു അയാൾക്ക് മാത്രം ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ ശ്രമിച്ചാൽ കഴിയില്ല. അപ്പൊ പിന്നെ മനുഷ്യന്മാർക്ക് പൊതുവേ നൽകിയ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് തിട്ടപ്പെടുത്താൻ കഴിയുക? മനുഷ്യന് നൽകിയ ഒരനുഗ്രഹം, കണ്ണ് എന്നൊരൊറ്റ അനുഗ്രഹം, അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, ഇതിനെ ചിന്തിച്ചാൽ അതിന് എത്ര വലിയ നിഅമത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, ഇത് മനുഷ്യന്റെ പൊതുവെയുള്ള അവസ്ഥയാണ് പറഞ്ഞത്. അതേസമയം നന്നായി നന്ദി കാണിക്കുന്ന, റബ്ബിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ന്യൂനപക്ഷമാണ് എന്ന് മാത്രം. ഖലീലുൻ മിൻ ഇബാദി ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദിയുള്ള ആളുകൾ വളരെ കുറവാണ് എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അതാണ് അത് ന്യൂനപക്ഷമാണ്. അല്ലാഹു നമ്മളെ ന്യൂനപക്ഷത്തിൽ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 35-ാമത്തെ ആയത്ത് നോക്കാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത ചില ദുആകളാണ് ഇനി അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. വലിയ മാതൃകകളുടെ ദുആകളാണത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മാതാവ് ഹാജറ ബീവിയെയും റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മഹാനഗർ മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നല്ലോ. ആ നാടിനെ നിർഭയമായ രാജ്യമാക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുത്തരമായി അല്ലാഹു തആല മക്ക ഹറം മുഴുവനും ആദരണീയ സ്ഥാനമായി ഹറമായി നിശ്ചയിച്ചതും മറ്റുമൊക്കെ സൂറത്തുൽ ബഖറ 125 മുതൽ 129 വരെ ആയത്തുകൾ പഠിച്ചപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കുടുംബത്തെ കൊണ്ടുവന്ന് മക്കയിൽ താമസിപ്പിച്ച് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്നു വലുതായി രണ്ടുപേരും കൂടെ കഅബ പണിത ശേഷം ചെയ്ത ദുആയാണ് ഇനി 35-ാമത്തെ ആയത്തിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം നാടായ ഇറാഖ് വിട്ടത് തന്നെ വിഗ്രഹാരാധകരായ ആളുകളുമായി പൊരുതേണ്ടി വന്നതിനെ തുടർന്നാണ്. ഇറാഖിൽ മാത്രമല്ല, നാട്ടിലാകെ വിഗ്രഹാരാധന കൊടികുത്തി വാണിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പം ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മഹാനവറുകൾ ഇനിയുള്ള ആയത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുന്നത്. എങ്ങനെ? അല്ലാഹുവേ, എന്നെയും എൻ്റെ സന്തതികളെയും ബിംബാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണമേ. ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട് അടുത്ത 36-ാമത്തെ ആയത്തിൽ. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ബിംബങ്ങളിലും വിഗ്രഹാരാധനയിലും നിന്ന് കഅബ ഷരീഫിനെയും അറേബ്യൻ ഉപദ്വീപിനെ തന്നെയും മക്ക ഫത്ഹോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹസ്തങ്ങളാൽ അല്ലാഹു തആല സ്ഫുടം ചെയ്തെടുത്തു, ശുദ്ധീകരിച്ചെടുത്തു. അല്ലേ? ചരിത്രം അതിന് സാക്ഷിയാണ്. നോക്കും 35-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്ത സന്ദർഭം, പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. എന്താ ദുആ ചെയ്തത്? റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇജ്അൽ, നീ ആക്കണം, ഹാദൽ ബലദ, ഈ രാജ്യത്തെ, ആമിനൻ, നിർഭയമാക്കണം, വിശ്വസ്തമാക്കണം, വജ്നുബ്നി, എന്നെ നീ അകറ്റണം, വബനിയ, എൻ്റെ മക്കളെയും, അൻ നഅ്ബുദൽ അസ്നാം, ബിംബാരാധനയിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ ദൂരീകരിക്കുകയും ചെയ്യണം, ഈ രാജ്യത്തെ നിർഭയമാക്കുകയും ചെയ്യണം. ഹാദൽ ബലദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മക്കയാണ്. സൂറത്തുൽ ബഖറ 126-ലും ഏകദേശം ഇതേപോലൊരു ദുആയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിന തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നമ്മൾ പഠിച്ച ആയത്താണ് അതല്ലേ. ഇവിടെ ഈ 126-ൽ
മഹാനവർക്ക് ദുആ ചെയ്തത് ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ എന്നാണ്. ഇതൊരു നിർഭയമായ രാജ്യമാക്കണമേ. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച 35-ാമത്തെ ആയത്തിൽ ഇജ്അൽ ഹാദൽ ബലദ ആമിന, ആദ്യത്തെ അർത്ഥത്തിൽ ബലദൻ എന്നും ഇപ്പൊ ഇവിടെ 35-ൽ അൽ ബലദ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ നീ നിർഭയമാക്കണമേ. മറ്റേതാണല്ല, ഇതൊരു നിർഭയമായ രാജ്യമാക്കണമേ. എന്താണ് വ്യത്യാസം? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. അൽ ബഖറയിലെ ആ ദുആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെയും മാതാവിനെയും മക്കയിൽ കൊണ്ടുവന്നാക്കിയ ഉടനെ ചെയ്തതാണ്. ഇസ്മായിൽ എന്ന മകനെയും അവരുടെ ഉമ്മ ഹാജർ ബീവിയും റളിയല്ലാഹു അൻഹുമ അവരെ കൂട്ടി മക്കയിൽ വന്നു. അവരെ അവിടെ താമസിപ്പിച്ച് മഹാനവറുകൾ തിരിച്ചുപോയി. അന്ന് ഇസ്മായിൽ അലൈഹി സ്വലാമിന് പിന്നെ അന്ന് അവർ കൊണ്ടുപോയി ആക്കിയ ആ സമയത്ത് മക്കയിൽ ഒരു മനുഷ്യജീവിയുമില്ലായിരുന്നു, അല്ലേ? ആരും അവിടെ ഇല്ല, ഒറ്റക്കാണ്. അവരവിടെ തനിച്ചാക്കി തിരിച്ചു പോരാണ്. ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സൂറത്തുൽ ബഖറയിലെ നമ്മൾ ആ കണ്ട ദുആ ചെയ്തത്, ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ എന്ന് പറഞ്ഞ ദുആ. നീ ഈ സ്ഥലത്തെ ഒരു നിർഭയ രാജ്യമാക്കി തീർക്കണമേ, ഈ സ്ഥലം ഒരു നിർഭയ രാജ്യമാക്കി തീർക്കണമേ. അന്നതൊരു രാജ്യമായിരുന്നില്ല, അന്നവിടെ ആരുമില്ല, ഒന്നുമില്ല, അവിടെ വിജനമായൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ബലദൻ എന്ന് അലിഫ്ലാമില്ലാതെ നക്കറിയായ ദുആ ചെയ്തത്. ഇവിടെ 35-ാമത്തെ ആയത്തിൽ അങ്ങനെയല്ല, ഈ രാജ്യത്തെ നീ നിർഭയമാക്കണമേ. അതായത് മക്ക അന്നൊരു രാജ്യമായി മാറിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പണിത് കഴിഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിലോ ആളുകൾ അവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് അൽ ബലദ എന്ന് പറഞ്ഞിട്ട് അലിഫ്ലാം ചേർത്ത് ഈ രാജ്യത്തെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. അല്ലാതെ ഈ ദുആ 35-ാമത്തെ ദുആ ഭാര്യയെയും കുട്ടിയെയും കൊണ്ടുവന്നാക്കിയ ആദ്യഘട്ടത്തിൽ എന്നാണ് മക്ക വിജനമായിരുന്ന ഘട്ടത്തിൽ നടത്തിയ ദുആ അല്ല. ഈ അഭിപ്രായമാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് പല കാരണങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന്, ഈ രാജ്യം ഹാദൽ ബലദ എന്ന് പറഞ്ഞത് തന്നെ കാരണം കുടുംബത്തെ കൊണ്ടുവന്നാക്കിയപ്പോൾ മക്ക ഒരാളില്ലാത്ത സ്ഥലമാണ്, ജനവാസമില്ല, കാലിയായ സ്ഥലമാണ്. അപ്പോൾ പിന്നെ ഈ രാജ്യം എന്ന് പറയാനായിട്ട് പറ്റൂല, കാരണം അവിടെ രാജ്യമായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 37-ാമത്തെ ആയത്തിൽ ഇൻദ ബൈത്തിക്കൽ മുഹറം, നിന്റെ ആദരണീയമായ ഭവനത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പണിതതിന് ശേഷമാണ് ആ പ്രാർത്ഥന നടത്തിയത് എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമാണ്. നിന്റെ വീടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ കഅബയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ കഅബ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഇതേ സൂറയിലെ 39-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിച്ച ശേഷമാണ് 35-ാം ആയത്തിലെ ഈ ദുആ മഹാനവറുകൾ നടത്തിയത്. എന്താണ് അവിടെ പറയുന്നത്? 39-ൽ അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. ഇതാണ് 39-ൽ പറയുന്നത് അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മക്കത്ത് കൊണ്ടുവന്നാക്കുന്ന കാലത്ത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിച്ചിട്ടില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനേക്കാൾ 13 വയസ്സിന് താഴെയാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. പ്രബലമായ അഭിപ്രായം അനുസരിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനേക്കാൾ 13 വയസ്സ് താഴെയാണ് ഇസ്ഹാഖ് നബി എന്ന് പറഞ്ഞല്ലോ അലൈഹിസ്സലാം. അപ്പോൾ പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മക്കയിൽ കൊണ്ടുവന്നാക്കിയപ്പോഴാണ് 35-ൽ ദുആ ചെയ്തത്. വളരെ ചെറുപ്പത്തിൽ, മക്കയിൽ ആരും ഇല്ലാത്ത സമയത്ത്, ഏകദേശം ഇസ്മായിൽ നബി അലൈഹി സ്വലാം 2 വയസ്സ് പ്രായമാണെന്നൊക്കെ പറയുന്നുണ്ട്. 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മക്കയിൽ കൊണ്ടുവന്നാക്കിയപ്പോഴാണ് 35-ൽ ദുആ ചെയ്തത് എങ്കിൽ എങ്ങനെയാണ് അവിടെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പേര് പറയാ? അതിന് വകുപ്പില്ലല്ലോ, കാരണം ഒന്നും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിച്ചിട്ടില്ല. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ഈ സൂറയിൽ 37-ാം വാക്യത്തിലും അതിനുശേഷവും കാണുന്ന ദുആകൾ കഅബ പണിത് കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയതാണ്. അങ്ങനെയല്ല 37-ാം വാക്യത്തിൽ പറയുന്ന ദുആ രണ്ടുപേരെയും മക്കയിൽ കൊണ്ടുവന്നാക്കി പോകുമ്പോൾ നടത്തിയതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന വേറെയും ചില ആളുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പ്രബലമായ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യ സമയത്ത് കൊണ്ടുവന്നാക്കി അപ്പം നടത്തിയ ദുആയാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യായങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയുക? അതായത് ഇൻദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധ കഅബയുടെ അടുത്ത് ഞാൻ മക്കളെ ഇട്ടേച്ച് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ രണ്ടാം വിഭാഗം പറയുന്ന അഭിപ്രായം അനുസരിച്ച് ആദ്യ തവണ കൊണ്ടുവന്നാക്കിയപ്പോഴാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ ഇൻദ ബൈത്തിക്കൽ മുഹറം എന്ന് പറയാൻ കഅബ നാടല്ലല്ലോ. അതിന് അവർ പറയുന്ന മറുപടി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ കെട്ടിപ്പൊക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കഅബ ഉണ്ടായിരുന്നു. സത്യത്തിൽ കഅബ അവിടെ ഒറിജിനലി ഉണ്ട്, അതൊരു കെട്ടിടമായി നിലനിന്നിരുന്നില്ല എന്ന് മാത്രം. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആ കഅബ പിന്നെ തകർന്നു പോയിട്ടുണ്ട്, അല്ലേ? ഇതാണ് രണ്ടാം വിഭാഗം മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നത്. ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ കൂട്ടത്തിലാണുള്ളത്. ശരി, ഇത് നമ്മൾ 36-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്.
എന്നെയും എൻ്റെ സന്താന പരമ്പരയെയും ബിംബാരാധനയിൽ നിന്ന് അകറ്റണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് നമ്മൾ കണ്ടു അല്ലേ. അതിനുള്ള കാരണമാണ് ഇനി പറയുന്നത്. അതായത് ആ ബിംബങ്ങളാണ് പലരെയും സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത്. അതിനെ പുലുകിയവർ ആരും ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ബിംബാരാധനയുടെയും ബഹുദൈവത്വത്തിനും വഴിയെ പോകാതെ എന്നെ പിൻപറ്റിയവർ എൻ്റെ അനുയായികളാണ്, അവർ മോക്ഷത്തിന് അർഹരാണ്. എന്നെ ധിക്കരിച്ച ആളുകളോ അവരുടെ കാര്യം അള്ളാഹുവിൻ്റെ അടുത്താണ്. അവരെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് എന്ത് നടപടിയും എടുക്കാൻ അവന് അധികാരമുണ്ട്. അവൻ വളരെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അതായത് ബിംബാരാധന ഒഴിവാക്കി സത്യവിശ്വാസിയെ മാറിയാൽ മുഴുവൻ പാപങ്ങളും മാപ്പ് ചെയ്തു കൊടുത്ത് അള്ളാഹു തആല ക്ലിയർ ആയിക്കൊള്ളും. അല്ലാതെ വിഗ്രഹാരാധന നടത്തി വന്നാലും അള്ളാഹു തആല അത് പുറത്തു കൊടുക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന നടത്തുമ്പോഴും റബ്ബ് പുറത്തു കൊടുക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവരത് നിർത്തി മുസ്ലിങ്ങളായി തിരിച്ചു വന്നാൽ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും എന്നർത്ഥം. തീരെ പുറത്തു കൊടുക്കാത്ത തീരെ പുറത്തു കൊടുക്കാത്ത പാപമാണ് ശിർക്ക് എന്ന് അല്ലാഹു തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 36-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നഹുന്ന തീർച്ചയായും ആ ബിംബങ്ങൾ, ആ ബഹുദൈവങ്ങൾ, ആ വിഗ്രഹങ്ങൾ അദ്ലൽന വഴിതെറ്റിച്ചിട്ടുണ്ട് കസീറൻ മിനൻ നാസ് ജനങ്ങളിൽ നിന്ന് പലരെയും. അതുകൊണ്ട് ഫമൻ തബിഅനി ആരെങ്കിലും ഞാൻ പറഞ്ഞതനുസരിച്ച് എന്നെ പിൻപറ്റിയോ ഫഇന്നഹു മിന്നി അവൻ എൻ്റെ കൂട്ടത്തിലാണ്. വമൻ അസാനി ഇനി ആരെങ്കിലും എന്നെ ധിക്കരിക്കുന്നുവോ ഫഇന്നക അല്ലാഹുവേ തീർച്ചയായും നീ ഗഫൂറുൻ ധാരാളമായി കൊടുക്കുന്നവനാണ്, റഹീമുൻ കരുണാമയനുമാണ്. 37-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ദുആ തുടരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا ഞങ്ങളുടെ നാഥ, ഇന്നി തീർച്ചയായും ഞാൻ അസ്കൻതു ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്, മിൻ ദുർരിയത്തി എൻ്റെ മക്കളെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. എവിടെ? ബിവാദിൻ ഒരു താഴ്വരയിൽ, ഗൈരി ദി സർഇൻ കൃഷിയൊന്നുമില്ലാത്ത, ബിവാദിൻ ഒരു താഴ്വരയിൽ, ഗൈരി ദി സർഇൻ കൃഷിയൊന്നുമില്ലാത്തൊരു താഴ്വരയിൽ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. എവിടെ? ഇൻദ ബൈതികൽ മുഹറം നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുക്കൽ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുഖീമുസ് സ്വലാ അവർ നിസ്കാരം കൃത്യമായി നിലനിർത്തുവാനാണ് ഞാനിങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഫജ്അൽ നീ ആക്കേണമേ അഫ്ഇദത്തും മിനൻ നാസി ജനങ്ങളിൽപ്പെട്ട പലരുടെ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഫജ്അൽ അഫ്ഇദത്തും മിനൻ നാസ് അതുകൊണ്ട് ജനഹൃദയങ്ങളെ നീ ആക്കിയണമേ. തഹ്വി ഇലൈഹിം അവരിലേക്ക് ചായവുള്ളതാക്കിയണമേ. തഹ്വി എന്ന് പറഞ്ഞാൽ ചായവുള്ളതാക്കുക. ആ മനുഷ്യഹൃദയം അവരിലേക്ക് ചായവുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ അവരെ ശ്രദ്ധിക്കാനും പരിഗണിക്കാനും ഒക്കെ മനുഷ്യന്മാർക്ക് തോന്നിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ ജനവാസം ഉണ്ടാവാനും താമസിക്കാനും അങ്ങനെ അവരെ പ്രത്യേകം പരിഗണിക്കാനും ഒക്കെ കാരണമുണ്ടാക്കുക എന്നും അർത്ഥം. ഫജ്അൽ അഫ്ഇദത്തും മിനൻ നാസി തഹ്വി ഇലൈഹിം അതുകൊണ്ട് ജനഹൃദയങ്ങൾ അവരുടെ ചായവുള്ളതാക്കുകയും വർസുഖുഹും അവർക്ക് നീ ഭക്ഷണം നൽകുകയും ചെയ്യണമേ. മിന സമറാത്തി ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കായ്ക്കനികൾ അവർക്ക് ഭക്ഷിക്കാനായി നീ കായ്ക്കനികൾ നൽകുകയും ചെയ്യണമേ. ലഅല്ലഹും യശ്കുറൂൻ അവർ കൃതജ്ഞരായേക്കാം. ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയുമാണ് ഇവിടെ ഉദ്ദേശം. അവരെയാണ് മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. പിന്നീട് അവർ വളർന്നു പന്തലിച്ചു അല്ലേ. ഒരു ജനവാസമില്ലാതിരുന്ന വരണ്ടുണങ്ങിയ ഊശ്വരഭൂമിയായി കിടന്ന പ്രദേശം പ്രശാന്ത സുന്ദരമായ ജനനിബിഡമായ ഭക്ഷ്യവിഭവങ്ങൾ സുലഭമായി ലഭിക്കുന്ന ഒരു നാടായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ബിവാദിൻ ഗൈരി ദി സർഇൻ കൃഷിയില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ മക്ക ഇന്നും അങ്ങനെ തന്നെയാണ്. ചുറ്റുപാടുകളും മലകളാൽ പൊതിയപ്പെട്ട ഒരു താഴ്വരയാണ് മക്ക. ഇന്നും അത് കൃഷിരഹിതം തന്നെയാണ്. ഇവിടെ കൃഷിയില്ല, പുറത്തുനിന്ന് വരണം. പക്ഷെ എല്ലാം അവിടെ കിട്ടും. അതാണ് വർസുഖുഹും മിന സമറാത്ത് എന്ന് പറഞ്ഞത്. ഇൻദ ബൈതികൽ മുഹറം നിന്റെ വീട് എന്ന് പറഞ്ഞത് പരിശുദ്ധമായ കഅബ. നിന്റെ വീടിനടുത്ത് താമസിപ്പിച്ചു എന്ന വാക്കിൽ നിന്ന് ഈ ദുആ മഹാനവറുകൾ ചെയ്തത് കഅബ പണിത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ.
അള്ളാഹുവിനെ ആരാധിക്കപ്പെടാനായി ഈ ഭൂമിയിൽ ഏറ്റവും ആദ്യം പണിതുയർത്തപ്പെട്ട ഗേഹമാണ് വിശുദ്ധ കഅബ. സൂറത്ത് ആലി ഇംറാൻ 96 ആവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അല്ലേ? ഏറ്റവും ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ പണി കഴിപ്പിക്കപ്പെട്ട വീട്. മുമ്പ് ഹാജറ ബി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ച കൂട്ടത്തിൽ ഒരു മലക്ക് ഇങ്ങനെയും പറഞ്ഞിരുന്നു അത്രേ, ഈ കുട്ടിയും ഇവൻ്റെ പിതാവും ഇവിടെ അള്ളാഹുവിൻ്റെ ഭവനം പണിയും എന്ന്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് തഫ്സീർ ഖുർത്തുബിയിൽ. റബ്ബനാ ലിയുഖീമുസ്സലാഹ്, നമസ്കാരം നിലനിർത്താനാണ് ഞാൻ എൻ്റെ മക്കൾ അവിടെ താമസിപ്പിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദീൻ നിലനിർത്താനും സംരക്ഷിക്കാനും എന്നാണ്. ദീനിൻ്റെ പരമപ്രധാനമായ സുപ്രധാനമായ ഒരു കർമ്മം എന്ന നിലക്ക് നിസ്കാരം പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട പള്ളി കൂടിയാണ് കഅബ ശരീഫ്. ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതോ നിസ്കാരവുമാണ്. ആ നിലക്ക് നിസ്കാരത്തെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ഹജ്ജ്, ഉംറ തുടങ്ങി വിശുദ്ധ കഅബയുടെ അടുക്കൽ വെച്ച് ചെയ്യേണ്ട മറ്റു കർമ്മങ്ങൾ അപ്രധാനങ്ങളാണ് എന്നതിൻ്റെ അർത്ഥം. അതൊക്കെ പ്രധാനങ്ങൾ തന്നെയാണ്. ഇത്തരം കർമ്മങ്ങളെപ്പറ്റി, ഹജ്ജിനെ പറ്റി, ഉംറയെ പറ്റിയൊക്കെ ഒന്നിലധികം സ്ഥലത്ത്, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാക്കുകളെയും ഒക്കെ അല്ലാതെയും ഒക്കെ അള്ളാഹു തആല ഉദ്ധരിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇങ്ങനെ ഒരു പവിത്രമായ ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളും അനുകൂല ചുറ്റുപാടുകളും ഒക്കെ ഉണ്ടാക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹു ദുആ ചെയ്യുകയാണ്. ഏതായാലും ഈ ദുആ അള്ളാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രവും അനുഭവവും സാക്ഷിയുമാണ്. ജാഹിലിയ്യ കാലത്തും പരിശുദ്ധ ഇസ്ലാം വന്നതിന് ശേഷവും തന്നെ ജനഹൃദയങ്ങൾ മുഴുവനും മക്കയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി എക്കാലത്തും വിവിധ ഫലവർഗ്ഗങ്ങൾ അവിടെ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വസ്തുതയാണ്. ഇനി നമ്മൾ 38-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. തൻ്റെ സന്താന പരമ്പരകളിൽ നന്മയും ക്ഷേമവും സന്മാർഗവും ഒക്കെ ഉണ്ടായിരിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നത്. അതേസമയം ഭാവിയിൽ വരും തലമുറയുടെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അവരെപ്പറ്റി വെച്ചു പുലർത്തുന്ന നല്ല പ്രതീക്ഷകൾ സഫലമാകുമോ, ഞാൻ സ്പഷ്ടമായി പറഞ്ഞ വിഷയങ്ങളോടുള്ള, നിസ്കാരം പോലെയുള്ള അനുഷ്ഠാനങ്ങളോടുള്ള അവരുടെ ആഭിമുഖ്യവും താല്പര്യവും എങ്ങനെയായിരിക്കുമോ, ഇതൊന്നും ആർക്കും അറിയില്ല. ഇതൊക്കെ അള്ളാഹുവിനെ അറിയൂ. ഇക്കാര്യങ്ങളാണ് ഇനി അള്ളാഹു തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാഅ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക, തീർച്ചയായും നീ, തഅലമു, നിനക്കറിയാം, മാ നുഖ്ഫി, ഞങ്ങൾ രഹസ്യമാക്കുന്നത്, വമാ നുഅ്ലിനു, ഞങ്ങൾ പരസ്യമാക്കുന്നത്, അവർക്ക് നിനക്കറിയാം. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈ, അല്ലാഹുവിന് ഒന്നും അഗോചരമല്ല, അല്ലാഹുവിനൊന്നും അപ്രത്യക്ഷമായി പോകുന്നതല്ല. ഫിൽ അർളി, ഭൂമിയിലുള്ള ഒന്നും, വലാ ഫിസ് സമാഇ, ആകാശങ്ങളിലുള്ളത്. അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്നറിയാം. അള്ളാഹുവിൽ നിന്ന് ഒന്നും മറഞ്ഞു നിൽക്കുകയില്ല, ഒന്നും അപ്രത്യക്ഷമായി പോവുകയില്ല, അള്ളാഹുവിനൊന്നും കാണാതെയാവുകയില്ല. എല്ലാം അള്ളാഹുവിന് അറിയാം. ഈ പറയപ്പെട്ട എൻ്റെ മക്കളിന് ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് ആവുക, എന്തൊക്കെയാണ് നിലപാട്, ഇതൊക്കെ നിനക്കറിയാം റബ്ബേ എന്ന് ചുരുക്കം. ഈ ദുആയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ വളരെ വിശാലമായ അർത്ഥത്തിൽ ഈ ആയത്തിനെ മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു തആല നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിയും, ഒന്നും അള്ളാഹു അറിയാതെ പോവുകയില്ല. ഇതെപ്പോഴും ഒരു ഓർമ്മയും വേണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ. 39-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്തിനാ സ്തുതിക്കുന്നത്? വയോവൃദ്ധനായ ശേഷവും മക്കളെ നൽകിയത്. സാധാരണഗതിയിലെ ഒരു പുരുഷായുസ് മുഴുവൻ സന്താന സൗഭാഗ്യമില്ലാതെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഴിച്ചു കൂട്ടിയത്. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ എന്നൊക്കെ പറയുന്നത് പോലെ 99-ാമത്തെ വയസ്സിലാണ് അത്രേ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിക്കുന്നത് മഹാനവരുടെ 112-ാമത്തെ വയസ്സിലാണ്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർത്തും അസാധാരണമായ അമൂല്യമായ ഒരു അനുഗ്രഹമാണത് എന്ന നിലക്കാണ് ആ വിഷയം പ്രത്യേകം പറഞ്ഞ് മഹാനവറുകൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. ഈ വയസ്സിൻ്റെ കാര്യത്തിൽ വേറെ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. 39-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ വഹബ ലി അലൽ കിബ്രി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അല്ലദീ,
എങ്ങനെയുള്ള അള്ളാഹുവാണ്? വഹബലി, എനിക്ക് ഓശാരമായി തന്നിരിക്കുന്നു, കനിഞ്ഞു നൽകിയിരിക്കുന്നു, അലൽ കിബരി, വാർദ്ധക്യകാലത്ത്, ഈ വയസ്സുകാലത്ത്, വാർദ്ധക്യദശയിൽ. ആര് തന്നു? ഇസ്മായിലിനെ, ഇസ്ഹാഖിനെയും അലൈഹിസ്സലാം. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, ലസമിഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. ഇനി 40-41 ആയത്തുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആ തുടരുകയാണ്. 2 സുപ്രധാന കാര്യങ്ങളാണ് ഇനി മഹാനവറുകൾ ദുആ ചെയ്യുന്നത്. തന്നെയും മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണം. ഇതാണ് 40-ാമത്തെ ആയത്തിലുള്ളത്. മുഴുവൻ സത്യവിശ്വാസികൾക്കും തൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നുണ്ട്. അതാണ് 41-ാമത്തെ ആയത്തിലുള്ളത്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിസ്കാരത്തിന് മഹത്വമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ചോരയും കരളിൻ്റെ കഷ്ണവുമായ മക്കൾ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാകാൻ ഓരോ മുഅ്മിനും കണിശത പുലർത്തണം, ശ്രദ്ധിക്കണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രത്യേകമായി അപേക്ഷിക്കുന്നത് ഈ ഒരു വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, ശ്രദ്ധേയമായ വിഷയമാണ്. മക്കൾ നിസ്കരിക്കുന്നവരാവണം. ഇത് സാധാരണ ഈ ആളുകൾ നിസ്സാരമായി കാണുന്ന സംഗതിയാണ്, ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഖലീൽ, ആത്മമിത്രം എന്ന പദവിയിലുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആയിൽ അതിൻ്റെ മഹാത്മ്യവും ഗൗരവവും മനസ്സിലാക്കി തരാനാണ് അള്ളാഹു തആല നമ്മൾ ഉദ്ധരിച്ചിരുന്നത്. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനത്തിന് ദുആ ചെയ്യണം, അതും മഹാനവറുകൾ പഠിപ്പിച്ചു തരുന്നു. വളരെ പ്രധാനമാണത്. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇത് ഓരോ വ്യക്തിയുടെയും കടമയും ബാധ്യതയുമാണ്. നോക്കാം 40-41. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربي എൻ്റെ രക്ഷിതാവേ, ജഅൽനി, നീ എന്നെ ആക്കണം, മുഖീമസ് സ്വലാഹ്, നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാക്കണം, നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. വമിൻ ദുർരിയതി, എൻ്റെ മക്കളിലും, എൻ്റെ മക്കളിൽപ്പെട്ടവരെയും, എന്നെയും എൻ്റെ മക്കളിൽപ്പെട്ടവരെയും കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. റബ്ബന, നമ്മുടെ രക്ഷിതാവേ, തഖബ്ബൽ, നീ സ്വീകരിക്കുകയും ചെയ്യണം, ദുആ, എൻ്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണം. റബ്ബന, നമ്മുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലി, നീ എനിക്ക് പുറത്തു തരണം, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീന, എല്ലാ മുഅ്മിനീകൾക്കും, യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നടക്കുന്ന നാളിൽ, ഹിസാബ് നടക്കുന്ന നാളിൽ എനിക്കും മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. മാതാപിതാക്കൾക്ക് വേണ്ടി, അതായത് 2 പേർക്കും വേണ്ടിയാണ് ഇവിടെ പാപമോചനം തേടിയത്. വലിവാലിദയ്യ, അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്തത് സൂറത്ത് തൗബ 114 അതിനെ അവിടെ നമ്മൾ വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതായാലും ഒരുപാട് ദുആകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത ദുആകൾ, ദുആയുടെ മര്യാദകളാണ് മഹാനവറുകൾ ശരിക്കും നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഈ മാതൃകകൾ നമ്മളും സ്വീകരിക്കണം. കാരണം അള്ളാഹു ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അള്ളാഹു തന്നെ ചങ്ങാതിയായി സ്വീകരിച്ച ആളാണ്. അല്ലാഹു ഇബ്രാഹിമ ഖലീല, സൂറത്തുൻ നിസാ 125. ഇപ്പം നമ്മൾ മുംതഹനയുടെ 4-ാമത്തെ ആയത്ത് ഓതി വെച്ചല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം വല്ലദീന മഅഹ്. അതേപോലെ സൂറത്ത് ആലി ഇംറാൻ 95 ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മാർഗ്ഗം അനുധാവനം ചെയ്യാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ ദുആകളിലെ മാതൃകകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി, ദുആ ചെയ്യുമ്പോൾ ആദ്യം സ്വന്തത്തിനു വേണ്ടി ദുആ ചെയ്യണം. പിന്നീട് നമ്മളുമായി കൂടുതൽ ബന്ധപ്പെട്ട ആളുകൾ, അതിനുശേഷം പൊതുവിലുള്ളവർ. ഇങ്ങനെയാണ് മുൻഗണന മര്യാദ. അതാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽമുഅ്മിനീൻ, അല്ലേ? 35-ാമത്തെ നമ്മൾ ശ്രദ്ധിച്ചത്, മുമ്പത്തെ ആയത്തൊക്കെ ശ്രദ്ധിച്ചത്. വജഅൽനീ വജുനൂബിനീ വബനിയ, ആദ്യം എന്നെ, പിന്നെ മക്കളെ. വജുനൂബിനീ വബനിയ. റബ്ബി ജഅൽനീ മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, എന്നെ, പിന്നെ എൻ്റെ മക്കളെ. റബ്ബി ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽമുഅ്മിനീൻ, എനിക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, മുഅ്മിനീങ്ങൾക്ക്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീസിൽ അങ്ങനെയുണ്ട്. ദുആയിൽ മറ്റൊരാളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ആദ്യം സ്വന്തം ദേഹം കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു മര്യാദ, സ്വന്തം ഗുണത്തിനു വേണ്ടി മാത്രം ദുആ ചെയ്യുക. ഈ ഒരു പതിവ് ഉണ്ടാവാൻ പാടില്ല. സ്വന്തം കാര്യം ചിന്താകാതെ അതുണ്ടാകാൻ പാടില്ല. കുടുംബത്തിൻ്റെ നന്മക്കും പൊതുവെ സത്യവിശ്വാസത്തോടെ നന്മക്കും ഇവിടെ ദുആ ചെയ്യണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ ചെയ്തതുപോലെ നിങ്ങളുടെ സ്വന്തങ്ങളെയും കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ
സൂറത്ത് തഹരീം 6-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഇങ്ങനെ സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും ഒന്നാണ് അവർ കൊണ്ട് ചെയ്യുന്ന ദുആയും. അതേപോലെ ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്ന് ഹദീസുകളിലുണ്ട്. അതുകൂടെ അവർ ചേർത്ത് മനസ്സിലാക്കണം. പിന്നെ ദുആയുടെ ഒരു മര്യാദ, ദുആ ചെയ്യുമ്പോൾ മുൻഗണന നൽകേണ്ടത് ശിർക്ക്, കുഫ്ർ മുതലായ മഹാപാപങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതേപോലെ നിസ്കാരം പോലെയുള്ള പ്രധാന കടമകൾ പാലിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയും ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ന നിലക്ക് ഐഹികമായ നന്മകൾക്കും ആഫിയത്തിനും സുഖസൗകര്യങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ദുആ ചെയ്യുകയും ചെയ്യണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. തൻ്റെ മക്കൾക്ക് അനുകൂലമായി ജനഹൃദയങ്ങൾ ചെയ്യാനും അവർക്ക് പലവർഗങ്ങളും മറ്റും നൽകി ആഹാരം നൽകാനും ദുആ ചെയ്തല്ലോ. 37-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചല്ലോ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ തൻ്റെ ആവശ്യങ്ങൾ മുഴുവനും അല്ലാഹുവിനെ ചോദിച്ചു കൊള്ളട്ടെ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അല്ലെങ്കിൽ പട്ട മുറിഞ്ഞാൽ വരെ അതും കൂടെ അല്ലാഹുവിനോട് ചോദിക്കാം. വേണ്ടതെല്ലാം ചോദിച്ചാൽ ആകാശത്തിൽ നിന്ന് വീണ് കിട്ടും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏത് നിസ്സാര കാര്യം പോലും സാധിച്ചു കിട്ടാൻ അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ കഴിയില്ല എന്നതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ അവരോട് ദുആ ചെയ്യണം. അതാണ് താല്പര്യം. അള്ളാഹു ദുആയുടെ വാതിൽ തുറക്കപ്പെട്ട ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ദുആ പതിവാക്കിയ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. ആട്ടെ, ഈ ദുആയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദുആന്റെ മര്യാദകൾ, അള്ളാഹുവിൻ്റെ വിധി വ്യവസ്ഥകൾക്കും നിയമചട്ടങ്ങൾക്കും എതിരായ ആവശ്യങ്ങളൊന്നും ദുആയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. മനുഷ്യർ മുഴുവനും സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയില്ല എന്നും അവരിൽ സന്മാർഗികളും ദുർമാർഗികളും ഉണ്ടായിരിക്കുമെന്നതും അള്ളാഹുവിൻ്റെ അറിവിലും മുൻ നിശ്ചയത്തിലും പെട്ടതാണ്. നേരെ മറിച്ച് ആഹാരം പോലെയുള്ള ജീവിതാവശ്യങ്ങൾ അത് സന്മാർഗ ദുർമാർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നൽകുമെന്നും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ആഹാര കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വർസുഖുഹും മിനസ് സമറാത്തി, അവർക്ക് നീ ആഹാരം നൽകണേ എന്ന് പൊതുവായി പറഞ്ഞത്. പക്ഷേ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സന്തതികളെയും എന്ന് പറയാതെ എൻ്റെ സന്തതികളിൽ നിന്നും എന്ന് പറഞ്ഞു. വമിൻ ദുർരിയതി, എന്നെയും എൻ്റെ സന്തതികളെയും എന്നല്ല പറഞ്ഞത്, എന്നെയും എൻ്റെ സന്തതികളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരെ നീ ഏർപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നിസ്കരിക്കാത്ത ആൾക്കാർ കുറയല്ലേ, അവിശ്വാസികൾ കുറയല്ലേ. പക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെയല്ല, അവിശ്വാസികളും അല്ലാത്തവർക്കൊക്കെ കിട്ടും. അതുകൊണ്ട് വർസുഖുഹും, അവർക്ക് നീ നൽകണമേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യമില്ലാത്ത നാട്ടുകാർക്ക് കൃഷി മൂലം ആഹാരം നൽകണമേ എന്ന് ദുആ ചെയ്യാതെ വർസുഖുഹും മിനസ് സമറാത്തി, ഫലവർഗ്ഗങ്ങളാൽ ആഹാരം നൽകണമെന്നാണ് ദുആ ചെയ്തത്. ഓരോ പ്രയോഗവും വളരെ അർത്ഥവത്താണ് എന്ന് ചുരുക്കം. കാരണം കൃഷിക്ക് അനുകൂലമായ സാഹചര്യം അവിടെ കൃഷി ചെയ്തിട്ട് ഫലങ്ങൾ കിട്ടൂല. അപ്പോൾ പുറത്തു നിന്നൊക്കെ പല രാജ്യങ്ങളും അവിടേക്ക് ഒരുപാട് കായ്ക്കനികളും ഫലവർഗ്ഗങ്ങളും എത്തിക്കണമേ എന്ന്, അതൊന്നും വളരെ ശരിയുമാണ്. മക്കൾ കിട്ടാതെ എന്താണുള്ളതല്ലേ. തിരുവനന്തപുരം സല്ലല്ലാഹു അലൈഹി പറയാറുണ്ട്, ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ കുറ്റകരമായ കാര്യത്തിന് ദുആ ചെയ്യരുത്, കുടുംബബന്ധം മുറിക്കുന്നതായ കാര്യങ്ങൾ ദുആ ചെയ്യരുത്. അതല്ലാത്ത ഏത് കാര്യത്തിന് ദുആ ചെയ്തതിനും അല്ലാഹു ഉത്തരം നൽകും, അവൻ ധൃതി കാണിക്കാത്ത പക്ഷം. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കുക, എന്താണ് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കുറേ ആയി ദുആ ചെയ്യുന്ന എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ മടുപ്പ് കാണിക്കും. അങ്ങനെ അയാൾ ആ ദുആ ഉപേക്ഷിക്കുകയും ചെയ്യും. അതാണ് ധൃതി കാണിക്കുക എന്ന് പറയുന്ന അർത്ഥം. അത് കാണിക്കാത്ത കാലത്തോളം, ഈ ഒരു പരാതി ഇങ്ങനെ പറയാത്ത കാലത്തോളം അവൻ ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹു സ്വീകരിക്കുമെന്നർത്ഥം. മറ്റൊരു മര്യാദ, ദുആ ചെയ്യുന്ന ആൾക്ക് അള്ളാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ദുആ ചെയ്യുന്ന സമയത്ത് സന്ദർഭോചിതം ഉപയോഗിക്കണം. നമ്മൾ കണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തത് എത്രയോ അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ടാണ് പറഞ്ഞത്. വേറെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയുണ്ട്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദുആകളിൽ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിൽ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് അവിടെ തുടങ്ങുന്നത്, അള്ളാഹുവിനെ സ്തുതികൾ അർപ്പിച്ച് തുടങ്ങാൻ. നമ്മൾ സമാർക്ക് ദുആ ചെയ്യും, യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീം സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തറല്ലാ. അള്ളാഹുവിനെ സ്തുതിച്ച് പഠിച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് സ്തുതിക്കാൻ കഴിയില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്കെല്ലാ സ്തുതിയും ഞങ്ങൾ തരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ അശക്തി, അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള ശക്തിയില്ലായ്മ പ്രകടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ദുആയുടെ മര്യാദയിൽപ്പെട്ടതാണ്. അവർ അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയാം, അള്ളാഹിന്റെ പേര് വിളിക്കാം, യാ റഹീം യാ വദൂദ് യാ ഗനി യാ ഹമീദ് ഒക്കെ വിളിക്കാം. ഇങ്ങനെയൊക്കെ ദുആ ചെയ്യുന്നതും എന്ന മര്യാദയിൽപ്പെട്ടതാണ്.
അപ്പോൾ അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകുമെന്നത് ശരിയാണ്. 2-3 രൂപത്തിലായിരിക്കുമെന്ന് മാത്രം. ഒന്നെങ്കിൽ ആ ദുആ ചെയ്തത് അതേപോലെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ദുആ ചെയ്തതിന് ബർക്കത്തുകൊണ്ട് മറ്റെന്തെങ്കിലും മുസീബത്തുകൾ ആപത്തുകൾ അല്ലാഹു തആല നീക്കിത്തരും, അല്ലെങ്കിൽ ആ ദുആ ചെയ്തത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി ആഖിറത്തിൽ സൂക്ഷിച്ചു വെച്ച് നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രതിഫലമായി കാണിച്ചു തരും. മാഷാ അല്ലാഹ്. അതുകൊണ്ട് ദുആ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് വെച്ച് സങ്കടപ്പെടേണ്ട. ആ സാധനം നമുക്ക് അപ്പം തരാതിരിക്കുന്നത് അള്ളാഹു നമ്മളെ ഖൈറായിട്ടുണ്ടാവും. നമ്മൾ ചോദിച്ച സംഗതി അപ്പം നമുക്ക് തന്നാൽ അത് നമുക്ക് ദോഷകരമാവും എന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തരില്ല. ഖൈറാണെങ്കിൽ നമുക്ക് തരും. കാരണം അള്ളാഹു നമ്മളെ ഖൈർ കാക്ഷിക്കുന്ന ആളാണ്, അല്ലേ? ഒരു കുട്ടി കത്തി ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ? കുട്ടി കത്തി ചോദിച്ച് കരഞ്ഞാൽ കൊടുക്കുമോ? ഇല്ല. കുട്ടിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്? അല്ല. കാരണം എന്താ? ആ കുട്ടിക്ക് ആ കത്തി കൊടുത്താൽ അത് കുട്ടിക്ക് ഹർട്ട് ചെയ്യും, കുട്ടിക്ക് മുറിവുണ്ടാക്കും, അത് ബുദ്ധിമുട്ടാക്കുമെന്ന് നമുക്കറിയാം. ആ കുട്ടിയുടെ സ്നേഹമുണ്ട്. ഇതേപോലെ അള്ളാഹു നമ്മുടെ സ്നേഹമുണ്ട്, നമ്മളെക്കുറിച്ച് അള്ളാഹു അറിയുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ തന്നില്ല എന്ന് വരും, പക്ഷെ അത് ഒരിക്കലും നഷ്ടപ്പെടില്ല, ആഖിറത്തിൽ പ്രതിഫലമായി തിരിച്ചു തരും. 42-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കുറച്ച് മുമ്പ് 32-34 ആയത്തുകളിൽ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അള്ളാഹുവാണ് എല്ലാം പടച്ചത്, അവനാണ് എല്ലാ സൗകര്യവും ഒരുക്കി തന്നത്, എണ്ണിയാൽ തീരാത്ത നിഅമത്തുകളാണ് അള്ളാഹു ചെയ്തു തന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കണം, തൗഹീദ് അംഗീകരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? ആകാശവാണി സൃഷ്ടിക്കും, മഴ പെയ്യുന്നതും, ഭക്ഷണം തന്നതും, കുറേ സംഗതികൾ പറഞ്ഞു, കപ്പലുകൾ സഞ്ചരിക്കുന്നതും ഒക്കെ. ഇതെല്ലാം പറഞ്ഞ ശേഷം ഈ സന്മാർഗത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചാലേ രക്ഷയുള്ളൂ എന്ന ആശയം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അതായത് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് മാത്രമേ പരലോകത്ത് മോക്ഷമുള്ളൂ എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ സംശയം തോന്നിയേക്കാം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സത്യനിഷേധികളായ ഒരുപാട് ആളുകൾ എങ്ങനെയാണ് ഇവിടെ ഈ ദുനിയാവിൽ ഇത്രയും സുഖമായി കഴിയുന്നത്? ധിക്കാരികളും ദുർനടപ്പുകാരും പ്രവാചകന്മാർ തള്ളിപ്പറയുന്നവരും പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നവരുമായ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവിടെ സസുഖം വാഴുകയാണവർ. ഇവിടെ സുഖത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാണ്. ഇവിടുത്തെ വലിയ വലിയ പണക്കാരാണവർ. എല്ലാ സൗകര്യങ്ങളുണ്ട് അവിടെ. ഒരു ശിക്ഷയോ മറ്റൊന്നും അവർക്ക് വരുന്നില്ല. അങ്ങനെ സംശയം തോന്നിക്കൂടെ? അതിന് മറുപടിയാണ് അല്ലാഹു തആല പറയുന്നത്. നിഷേധികളെക്കുറിച്ച് അല്ലാഹു തആല അശ്രദ്ധനൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ കരുതേണ്ട. അവർക്ക് ശിക്ഷ ഉണ്ടാവും. ആ ശിക്ഷ അന്ത്യനാളിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് അല്ലാഹു തആല. ആ അന്ത്യനാൾ വളരെ ഭീകരമാണ്, ഭയാനകമായ ദിവസമാണ്. അന്നത്തെ ഭീകര ദൃശ്യങ്ങളും മറ്റൊക്കെ കണ്ട് ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ കണ്ട് തുറിച്ച കണ്ണുകളോടെ മാത്രമായിരിക്കും ഈ ആളുകളെല്ലാവരും നടക്കുക. അതുകൊണ്ട് അവരുടെ ശിക്ഷക്ക് അന്നേക്ക് മാറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് അള്ളാഹു അവരെക്കുറിച്ച് അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മക്ക മുശ്രിക്കുകൾ അടക്കമുള്ള എല്ലാ അക്രമികളുടെയും, അത് ഏത് കാലത്തുള്ള ഏത് ദേശത്തുള്ള ആളുകളാട്ടെ, അവർക്കൊക്കെ ഉള്ള താക്കീതാണ്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار ولا تحسبن തീർച്ചയായും നിങ്ങൾ ധരിച്ചു വശാകരുത്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ധരിച്ചു പോകരുത്, നിങ്ങൾ കരുതരുത് അല്ലാഹുവിനെ ഗാഫിലൻ അശ്രദ്ധനാണെന്ന് കരുതരുത്. അമ്മാ യഅമലു ളാലിമൂൻ അക്രമികളുടെ ചെയ്തികളെക്കുറിച്ച്, അക്രമികൾ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല ഗാഫിലാണ്, അശ്രദ്ധനാണ് എന്ന് അങ്ങ് വിചാരിച്ചു പോകണ്ട. എന്താ സംഭവം? ഇന്നമാ യുഅഖിറുഹും തീർച്ചയായും അല്ലാഹു തആല അവരെ പിന്തിപ്പിക്കുകയാണ്. ലിയൗമിൻ ഒരു ദിവസത്തിന്. ഏതാണ് ആ ദിവസം? തശ്ഖസു ഫീഹിൽ അബ്സാർ കണ്ണുകൾ തള്ളി മേലോട്ട് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും. ആ ഒരു ദിവസം തശ്ഖസു ഫീഹി ആ ദിവസത്തിൽ മേലോട്ട് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും അൽ അബ്സാറു കണ്ണുകൾ. ആളുകളുടെ കണ്ണുകൾ അന്ന് തള്ളിയിട്ട് അന്നത്തെ ഭയാനകമായ രംഗങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ തള്ളി മേലോട്ട് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും. ആ ഒരു ദിവസത്തിന് പിന്തിച്ചിരിക്കുകയാണ് അവരുടെ ആ ശിക്ഷകളെല്ലാം. അതായത് പുനർജീവിതത്തിൻ്റെ കാഹളവിളി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പരിഭ്രാന്തരായി വരുമ്പോഴുണ്ടാകുന്ന ദാരുണമായ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ധൃതി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും പേടിച്ചരണ്ട മനസ്സുമായി വട്ടം കറങ്ങുകയുമാവും ആളുകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൻ്റെ ബാക്കി തന്നെയാണ് അടുത്തൊരു വചനമുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം.
ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ പഠിക്കാനുള്ളത്. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണേ. ആഖിറത്തിലേക്ക് വരവെക്കണേ തമ്പുരാനെ. മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുള്ള അമ്പിയാക്കളുടെ കൂടെ ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹു ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കാൻ റഹ്മാനെ. സ്വർഗ്ഗം നൽകണ റബ്ബേ, നരകത്തിൽ കാത്ത് രക്ഷിക്കണം തമ്പുരാനെ. ദീനിനും ഇൽമിനും ഖുർആനിനും ഒരുപാട് കാലം ഖിദ്മത്തിൽ അവസരം ഉണ്ടാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിച്ച് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണം തമ്പുരാനെ. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا. لأساتذتنا والمؤمنات والمفسرين اللهم قنا وإياهم شر ما قضيت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين الحمد لله رب العالمين. وعلى دعاتنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.